ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 50 ദിവസം കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ കൂടെ ഉണ്ടായിരുന്ന ഏതാനും ആളുകളെ ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവിനെ അനുഗമിച്ച് താൻ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഓടിപ്പോയ ആ മനുഷ്യനെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ ദ നേക്കഡ് ഫുജിറ്റീവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ കൂടുതലായി കർത്താവിനെ സ്നേഹിക്കുകയും അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ പിന്നാലെ കർത്താവിനെ പിടിക്കാനായി വരുമ്പോൾ കൂടെ നടക്കുകയും കർത്താവിന് എന്ത് സംഭവിക്കുമെന്നുള്ള വ്യാകുലതയിൽ മുൻപോട്ട് പോവുകയും ചെയ്ത വ്യക്തിയാണ് ഈ ചെറുപ്പക്കാരൻ. പക്ഷേ ഒരു നിമിഷത്തിൽ താൻ പിടിക്കപ്പെടുമെന്നും തനിക്കും നഷ്ടമുണ്ടാകുമെന്നും മനസ്സിലാകുമ്പോൾ അദ്ദേഹം ഓടിപ്പോവുകയാണ്. അവൻ വസ്ത്രം ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ എലീശായെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം അവൻ്റെ മേൽ ഇട്ടുകൊണ്ടാണ് അവനെ തിരഞ്ഞെടുക്കുക. ആ മേലിടുന്ന വസ്ത്രത്തിന് ശിഷ്യത്വത്തിൻ്റെ ഒരു അടയാളമുണ്ട്. ഈശോയെ ഉപേക്ഷിച്ച് പോയ ഈ ചെറുപ്പക്കാരൻ അവൻ്റെ വസ്ത്രം ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ ശിഷ്യത്വം ഉപേക്ഷിച്ച് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ ജീവിതത്തിന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്, തനിക്ക് വേദനയുണ്ടാകും, നഷ്ടമുണ്ടാകും, എന്തെങ്കിലുമൊക്കെ തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് കാണുമ്പോൾ കർത്താവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ കൂടി ആ അനുഗമനം അവിടെ നിർത്തി തിരികെ പോകാനായിട്ട് മനുഷ്യന് പലപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഈ നേക്കഡ് ഫുജിറ്റീവ് അങ്ങനെ ഒരു മനുഷ്യനാണ്. ഒരു കണ്ണാടിയിലൂടെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മളും പലപ്പോഴും ഇങ്ങനെ ഒരു നേക്കഡ് ഫുജിറ്റീവാണ്. പല പ്രതിസന്ധികളിൽ വേദന അനുഭവിക്കേണ്ടി വരുമ്പോൾ, മുറിപ്പെടുമെന്ന് ഉറപ്പ് വരുമ്പോൾ, ചില കുരിശുകളെല്ലാം താങ്ങേണ്ടി വരുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് പോവുകയാണ്. ശിഷ്യത്വം തന്നെ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുകയാണ്. ഈ നോമ്പുകാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളങ്ങനെ ഓടിപ്പോകാനും ഉപേക്ഷിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്നുള്ളതാണ്. കൂടെ നിൽക്കാനും കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാനും വിളിക്കപ്പെട്ടവരാണ്. ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ 50 ദിവസവും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ചെറിയ ത്യാഗപ്രവർത്തികളിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരസ്നേഹത്തിലൂടെ സാധിക്കുന്ന നന്മകളൊക്കെ ചെയ്ത് അല്പം കൂടി മെച്ചപ്പെട്ട മനുഷ്യരായി ക്രിസ്തുവിൻ്റെ കുരിശിനെ നമ്മുടെ തോളിലേക്ക് അല്പം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കട്ടെ. ദൈവം തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.